ഹായ്, ഇനി നമുക്ക് നിർജ്ജലീകരണത്തെക്കുറിച്ച് സംസാരിക്കാം. നിർജ്ജലീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പം ഇപ്പോൾ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ ചൂട് കാലത്ത് എപ്പോഴും നമ്മൾ വാർത്തയിൽ കൂടെയൊക്കെ പറയും, നിങ്ങൾ ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങരുത്, നിങ്ങൾ നന്നായി വെള്ളം കുടിക്കണം എന്നൊക്കെ പറയും. അപ്പം ഏറ്റവും കൂടുതലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കുക, വരൾച്ച ഉണ്ടാകുമ്പോൾ ഭൂമി എങ്ങനെയായിരിക്കും? നമ്മുടെ ഭൂമിയിലെ എന്തവസ്ഥയാണ് വരുന്നത്? വെള്ളം വറ്റിപ്പോയി കഴിയുമ്പോൾ പിണ്ട് കീറുന്ന പോലത്തെ അവസ്ഥ. നമുക്ക് എല്ലാവർക്കും നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ശരീരം ഒട്ടും വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ എന്തോരം വെള്ളം കുടിക്കണം, എങ്ങനെയാണ് നമ്മളത് നോക്കേണ്ടത് എന്നുള്ളത്. ഇതുപോലെ നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി ഇത്രയും ജോലി ചെയ്തായിരിക്കും, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്ത് പോവുകയാണ് അല്ലെ. വേർത്ത് പോകുന്നതിന് നമ്മുടെ സ്കിന്നിൽ കൂടെയാണ് അതിന്റെ പുറത്തോട്ട് ഈ വെള്ളം പുറത്തോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം പുറത്തോട്ട് പോകുന്ന വേറൊരു ഭാഗം എന്താണ്? യൂറിനിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ വേർത്ത് പോകുമ്പോൾ എന്ത് പറ്റും? യൂറിൻ പോകുന്നത് കുറയില്ലേ? നമ്മൾ യൂഷ്വലി ശ്രദ്ധിച്ചാൽ. അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ എത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ കിഡ്നിയും നന്നായി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഭയങ്കരമായി വേർത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ആവശ്യമായ സോഡിയവും ഇതെല്ലാം സ്കിന്നിൽ കൂടെ ആകുമ്പോൾ എന്ത് പറ്റും? എല്ലാം പുറത്തോട്ടും. അതായത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം പോലെ നമ്മുടെ ദേഹത്ത് കാണത്തില്ലേ? അപ്പം അത് നമ്മുടെ സോഡിയം, അതായത് നമ്മുടെ ഉപ്പിന്റെ അംശമൊക്കെ വേർപ്പിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ യൂറിനിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ അത്രയും സോഡിയത്തിന്റെ അംശം, അതായത് അതെല്ലാം ഫിൽട്ടർ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്ത ശേഷമാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കണം. അതായത് ഉപ്പിട്ട് നാരങ്ങ വെള്ളമോ ഈ ചൂട് കാലങ്ങളിൽ നന്നായി വെള്ളം കുടിക്കണം. നന്നായി വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കും. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുകയും ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ ബോഡിയിലും അതായത് സ്കിന്നിലും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നന്നായി വെള്ളം കുടിക്കുക.